Hello friends, welcome to channel 𝙑𝙞𝙙𝙚𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ എയ്സ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. അത്യാവശ്യം എന്താ പറയുക ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മീഡിയം ലെവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അത് വലിയ ആനുവൽ ചാർജും ജോയിൻ ഫീസൊന്നും വരുന്നില്ല. നോർമലായിട്ടുള്ള നമ്മുടെ 499 റേഞ്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്. അപ്പോൾ അത് നമ്മുടെ URL നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് തന്നെ ആയിരിക്കും, നോക്കാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കണ്ട. നമുക്ക് അതിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകും. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഒരു മിഡ് ലെവൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ബേസിക് എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഇത്. ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡെന്നും ആക്ച്വലി പറയാറുണ്ട്. വെച്ചാൽ ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ടും ഒരു ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജോയിൻ ഫീസ് വരുന്നത് 499 പ്ലസ് GST. അതുപോലെ തന്നെ ആനുവൽ ചാർജ് വരുന്നത് 499. ജോയിൻ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 45 ദിവസം നമ്മളൊരു 10,000 എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേ ഓഫ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ റീഫണ്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആനുവൽ ചാർജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനുവലായിട്ട് 2 ലക്ഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ചാർജ് വേ ഓഫ് ആയി കിട്ടും. അത് ഓരോ കൊല്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വേ ഓഫ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതാണെങ്കിൽ ഒരു ഫ്രീ കാർഡായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഇപ്പോൾ 2 ലക്ഷമൊക്കെ നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ കാർഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് 5% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ബിൽ പേയ്മെൻറ്റിനും അതുപോലെ തന്നെ റീചാർജുകൾക്കും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ആ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. 2% നമുക്ക് ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 2% കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 4% നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ ഫുഡ് റിലേറ്റഡ് ആപ്പിന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 4 കോംപ്ലിമെൻ്ററി ലോഞ്ചസസ് ഡൊമസ്റ്റിക് പെർ ഇയർ നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. 20% ഡൈനിങ് പാർട്ട്നേഴ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ അവരുടെ ഒരു പാർട്ട്നേഴ്സിൽ നമുക്ക് നമ്മൾ ഡൈനിങ്ങിനൊക്കെ പോകുമ്പോൾ, അതായത് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ അവരുടെ പാർട്ട്നേഴ്സായിട്ട് കുറേ റെസ്റ്റോറൻറ്റൊക്കെ ലിസ്റ്റിലുണ്ട്. അതിലൊക്കെ പോകുമ്പോൾ നമുക്ക് 20% നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ സർചാർജ് വേവർ ഓഫ് ഉണ്ട്. അത് നോർമൽ നമ്മളെല്ലാത്തിനും ഉള്ള പോലെ തന്നെ. പിന്നെ EMI എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ 2500 മുകളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ആപ്പിൽ കൂടെ തന്നെ EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 70 ആണ്. പിന്നെ ഇത് ആക്ച്വലി സാലറീഡ് ടു അല്ലെങ്കിൽ ഫ്രീലാൻസർക്കും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ കിട്ടാവുന്ന ഒരു കാർഡാണ്. ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് വേണ്ടത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ITR വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു അഡ്രസ് പ്രൂഫ് വേണം. അപ്പോൾ ഇതാണ് വേണ്ടത്. പിന്നെ പാൻ കാർഡ്, നമ്മുടെ നോർമൽ KYC സംഭവങ്ങളും വേണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി ഇത് ഓൺലൈൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ആക്സിസ് ബാങ്കിൻ്റെ ഡയറക്റ്റ് സൈഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യർക്ക് ഡയറക്റ്റ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ സൈഡിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള കാർഡ് തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മീഡിയം ലെവൽ വരുമ്പോൾ. അപ്പോൾ എന്തായാലും താല്പര്യർക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സപ്പോർട്ട് ഞാൻ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഷോർട്സിൻ്റെ ഒരു ചാനലായിരുന്നു. അപ്പോൾ അതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.